ഏതൊരു വസ്തുവിനും ഹൃദയമുണ്ട്. സൂറത്ത് യാസീൻ ഖുർആൻ അള്ളാഹു വിശുദ്ധ ഖുർആന്റെ ഹൃദയമാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഹൃദയം എന്ന് പറയുന്ന അതിന് സ്ഥാനമുണ്ട്. ഈ കാണുന്ന ഫിസിക്കൽ ബോഡി, അനോട്ടമി ആൻഡ് ഫിസിയോളജിക്കൽ, നമ്മളെ ഭൗതിക ശരീരത്തെ നമ്മൾ ഡോക്ടർമാർ മെഡിക്കൽ എൻസൈക്ലോപീഡിയയിൽ നിന്നുള്ള കിട്ടിയ അറിവുകളും ടീച്ചിങ് നോട്ട്സിൽ നിന്നൊക്കെയാണ് ഞാൻ യഥാർത്ഥത്തിൽ റെഫർ ചെയ്ത് അതിനോടെല്ലാം കടപ്പാണ്. ഡോക്ടർമാരോടൊപ്പം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ അവരോടൊപ്പം സഹോസിസ്റ്റൻ്റെ പേരിൽ നമുക്ക് കിട്ടിയവരും പിന്നെ പഠന സമയത്ത് കിട്ടിയ അറിവുകളെല്ലാം കൂടെ വെച്ചൊരു ചെറിയ ഷോർട്ടായിട്ട് നമ്മുടെ അറിവിലേക്ക് നമുക്ക് ഹൃദയത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹൃദയം അറിഞ്ഞില്ല പിന്നെ നമ്മളെന്തിന് ജീവിക്കുന്നത്? ഹൃദയശൂന്യന ഇപ്പോൾ തന്നെ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും നോക്കിയത് ഹൃദയത്തിലെ ഹൃദയശൂന്യൻ, ഹൃദയമില്ലാത്തവൻ, അങ്ങനെ എന്തൊക്കെ നമ്മൾ എന്തെല്ലാം പേരുകൾ പറയുന്നു. അപ്പം പിന്നെ അള്ളാഹു തന്നെ പറഞ്ഞു എന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ശരീരത്തിന് ഹൃദയത്തിൻ്റെ സ്ഥാനം എവിടെയാണ്, നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് സ്ഥാനം? എല്ലാവരും പറയും ഇടത് നെഞ്ചിൻ്റെ മധ്യഭാഗത്ത്, ഇടത് സ്ഥാനത്ത്. അപ്പോൾ ഇടത് സ്ഥാനത്ത് നട്ടലിൻ്റെ പിന്നെ മുൻഭാഗത്ത് നമ്മൾ രണ്ടാമത്തെ വാരിയല്ലേ, ഇടതും വാരിയൽ രണ്ട് റിപ്സുകളാണ്, റിപ്സ് വാരിയല്ലേ. അപ്പോൾ രണ്ടാമത്തെയും ഏഴാമത്തെയും വാരികൾക്കിടയിലാണ് നമ്മുടെ ഹൃദയം. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ പിന്നെ ആ ഒരു ഇടതുവശത്ത് ചരിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ ഇടതുവശത്തെ നമ്മൾ ഉറങ്ങുമ്പോൾ ഹൃദയം എപ്പോഴും നമ്മുടെ ശരീരം നിശ്വാസങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വലതു ഭാഗം താഴെ ചരിഞ്ഞ് കിടക്കണം, വലതു ഭാഗം അടിയിലും നമ്മുടെ ഹൃദയം നിൽക്കുന്ന ഭാഗം മേളിലും വരണം. അപ്പോൾ അതിൻ്റെ പിന്നെ ഒരുപാട് രഹസ്യമുണ്ട്. എന്താ വെച്ചാൽ ഹൃദയം ഒരു സ്പോഞ്ച് പോലെ അത് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്തൊരു മാംസ പേശി നിർമ്മിതമായ ഒരു ബലൂൺ പോലെയുള്ള വസ്തുവാണത്.